ഹലോ. അപ്പോൾ ഇന്ന് അമൃതപ്പൊടി കൊണ്ട് എങ്ങനെ പൂരം വറുത്തത് ഉണ്ടാക്കാമെന്നാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്. തേങ്ങ വേണം, അമൃതപ്പൊടി വേണം, പഞ്ചസാര വേണം. ഒരു പാക്കറ്റ് അമൃതപ്പൊടി എടുത്തിട്ടുണ്ട് ഞാൻ കേട്ടോ. അതിൽക്കൊരു 2 സ്പൂണ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഒരു തേങ്ങയുടെ പകുതി, അതായത് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പഞ്ചസാര നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി, കാരണം അമൃതപ്പൊടി ഓൾറെഡി മധുരം ഉള്ളതാണ് കേട്ടോ. കുറച്ച് മധുരം ഉണ്ടാവും അമൃതപ്പൊടി. അത് മാത്രമാക്കിയിട്ട് തേങ്ങ മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. പിന്നെ നിങ്ങൾക്ക് മധുരം ഒന്നുകൂടെ വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്യാം. ഞാൻ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പഞ്ചസാര, തേങ്ങ, അമൃതപ്പൊടി, ഇത് പിന്നെ ഒരു നുള്ളു ഉപ്പിട്ടുള്ളൂ കേട്ടോ. ഒന്നങ്ങോട്ട് ആ ഒരു ഫ്ലേവറൊക്കെ ഒന്ന് കറക്റ്റാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പിട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നാലാണ് ആ തേങ്ങയുടെ നീരും ഒക്കെ കൂടെ അതിൽ മിക്സായി വരുമ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഞാൻ തുള്ളി പോലും വെള്ളം എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ചട്ടി വെച്ചിട്ടുണ്ട്, കടു പൊട്ടിച്ചിട്ടുണ്ട്. ഇവിടെ അപ്പോൾ വേറൊരു സംഭവം നടക്കും കേട്ടോ. കാത്തിരുന്ന് കാണാം എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് കാണാം കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ എനിക്കൊരു വലിയ മണ്ടത്തരം പറ്റിയതാണ്, ചിന്തിക്കാണ്ട് ചെയ്തതെന്നൊക്കെ പറയില്ലേ, അങ്ങനെ സാരമില്ല, നമുക്ക് ചായ മാറ്റാം എന്ന് പറഞ്ഞ പോലെ ഒരു ഐഡിയ ഉണ്ട്. അപ്പോൾ ചട്ടി കൊള്ളുന്നില്ല കേട്ടോ, ഇതിൽ തികയുന്നില്ലടോ. ഇട്ട് വെക്കുമ്പോഴാണ് തോനെയുണ്ട്, അപ്പോൾ ഇതിൽ തികയുന്നില്ല, ഇളക്കാനൊന്നും പറ്റുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുക, വേറെ ചട്ടി മാറ്റി. അല്ല പിന്നെ ചട്ടി മാറ്റി പിന്നെന്ത് ചെയ്യും നമുക്ക് നമ്മുടെ പരിപാടി നടക്കണ്ടേ. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടു പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ചെയ്തത് കേട്ടോ. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചത്. പിന്നെ വേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ ഇടാം കേട്ടോ, ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ എള്ളൊക്കെ ഉള്ളവർക്ക് ഇടാം, കരിഞ്ജീരകമൊക്കെ ഇടാം. ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ, ഞാൻ കടു പൊട്ടിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തീ ഏറ്റവും ലോ ഫ്ലെയിമിലിടണേ, അത് കൂട്ടാനേ നിൽക്കണ്ട, കാരണം കരിഞ്ഞു പോവും. നമുക്ക് കരിയല്ല വേണ്ടത്, ഇതൊന്ന് മുരുമുരാന്നായിട്ട് വരണം കേട്ടോ. നമ്മളിങ്ങനെ തൊട്ട് വെക്കുമ്പോൾ നമുക്കിങ്ങനെ മുരുമുരാന്നായിട്ട് വരണം, എന്നാലാണ് നമുക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക, കൈയ്യെടുക്കാണ്ട് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അത് കാരണം ഒരു മിനിറ്റ് വൈകി കഴിഞ്ഞാൽ ചിലപ്പോൾ അടി കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ തീയിട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. അമൃതപ്പൊടിയൊക്കെ അംഗൻവാടിയിൽ നിന്ന് കുറേ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. ചിലവർ വെറുതെ ഉപയോഗിക്കാണ്ട് വീട്ടിലിരിക്കുകയായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ മോൾക്ക് കിട്ടിയതാണ്, പക്ഷെ അവളിപ്പോൾ കഴിക്കാറില്ല. 1 വയസ്സ് 1.5 വയസ്സായല്ലോ, അപ്പോൾ ഇപ്പോൾ ചോറാണ് കഴിക്കാറ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറാണ് കേട്ടോ. അതിപ്പോൾ 2ാമത്തെ തവണയാണ് ഞാൻ പൂരം വറക്കുന്നത്. ഇത് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കും. ചായക്ക് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് കഴിക്കാനൊക്കെ പറ്റും. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടമാവും അങ്ങനെ. അപ്പോൾ അതിന് ചിലയിടത്ത് നമ്മുടെ അവിടേക്ക് പൂരം വറുത്തതെന്ന് പറയും, ചിലയിടത്ത് ഔലൂസ് പൊടി എന്നൊക്കെ പറയും കേട്ടോ. ഓരോ ഭാഗത്ത് ഓരോ പേരിന് വേറെ പേരുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാനതൊരു അടച്ച് വെക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു ബൗളിലാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ അങ്ങനെ എടുക്കാമല്ലോ. അത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇത് പ്രത്യേകിച്ചൊരു പണിയോ കാര്യങ്ങളോ ഒന്നുമില്ല, വേഗം പരിപാടി കഴിയും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി വെക്കണം. ഞാൻ അങ്ങനെ അതും കൂട്ടി ചായ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി വെക്കണം കേട്ടോ. അമൃതപ്പൊടിയൊക്കെ വെറുതെ കളയുന്നവരൊക്കെ ഉണ്ടാക്കി വെക്കും, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.